ഹലോ നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെ ഇരിക്കുന്നത് നവാസ് പള്ളത്ത് സാർ. റീസെൻ്റ്ലി നമ്മളടുത്ത് ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറിൻ്റെ എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. സാർ എങ്ങനെ ഉണ്ടായിരുന്നു റിസോർട്ട് സ്റ്റേ എങ്ങനെ ഉണ്ടായിരുന്നു? എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു ട്രക്ക് ആൻഡ് ട്രാവൽ. ഞാൻ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് പോയതൊന്നുമല്ല, പെട്ടെന്നുണ്ടായൊരു ട്രിപ്പാണ്. നമുക്ക് ഒരു ലിമിറ്റഡ് ടൈമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ട്രിപ്പ് പോകുന്ന ആൾക്ക് പെട്ടെന്ന് ഉണ്ടായൊരു തീരുമാനമാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ ട്രക്ക് ആൻഡ് ട്രാവൽ ടീമിനെ ഞാൻ കോൺടാക്ട് ചെയ്തതാണ്. അപ്പോൾ അവരെനിക്ക് അനുയോജ്യമായ ബഡ്ജറ്റിൽ, ഞാൻ ഒരു ബഡ്ജറ്റ് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അതിനനുസരിച്ചുള്ള ഒരു ബഡ്ജറ്റിലെ റൂം എനിക്ക് റിസോർട്ട് എനിക്ക് സെറ്റ് ചെയ്ത് തന്നു. അപ്പോൾ ഞാൻ അവിടെ എത്തിയപ്പോൾ ഞാൻ ഹാപ്പിയാണ്. അതിൽ നല്ലൊരു ആംബിയൻസിൽ നല്ലൊരു റിസോർട്ടായിരുന്നു. സാർ പറഞ്ഞല്ലോ പെട്ടെന്നുണ്ടായ ട്രിപ്പാണ്. അപ്പോൾ നമ്മൾ ടീമായിട്ട് സാർ കോൺടാക്ട് ചെയ്തപ്പോൾ അവരുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? പെട്ടെന്ന് റിപ്ലൈ ചെയ്തോ? എന്തായിരുന്നു അവരുടെ റെസ്പോൺസ് ഉണ്ടായിരുന്നു? ഞാൻ മുന്നേ ട്രക്ക് ആൻഡ് ട്രാവൽ ടീമുമായിട്ട് ഞാൻ കുറച്ച് ബന്ധമുണ്ട്. അതായത് ഞാൻ മുന്നേ ഇവരുടെ അടുത്ത് ബുക്കിംഗ് എല്ലാം ചെയ്യാറുണ്ടായിരുന്നു. കാരണം ഞാൻ ആ ബന്ധത്തിൽ വെച്ചിട്ട് തന്നെയാണ്, അതായത് അവർ നമുക്ക് എന്താണ് പെട്ടെന്ന് ചെയ്തു തരലുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇപ്രാവശ്യം ഞാൻ ചെയ്ത് അവരുടെ തന്നെ അവരെ വിളിച്ച്, അപ്പോൾ അവർ അതിനനുസരിച്ചുള്ള പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തെന്ന്, അതിൻ്റെ എങ്ങനെയാണ് ഇത്ര റേറ്റിൽ പറഞ്ഞപ്പോൾ അവർ അതിനനുസരിച്ചുള്ള റിസോർട്ടും കാര്യങ്ങളെല്ലാം നമുക്ക് അയച്ചു തന്നു. അപ്പോൾ അതിനനുസരിച്ച് പെട്ടെന്ന് നമ്മളവിടെ എത്തിയപ്പോൾ എല്ലാ കാര്യങ്ങളും അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഒരു ബഡ്ജറ്റ് ഇവരോട് ട്രക്ക് ആൻഡ് ട്രാവൽ ടീമിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരനുസരിച്ചുള്ളൊരു 3-4 റിസോർട്ടിൻ്റെ ബഡ്ജറ്റ് എനിക്ക് അയച്ചു തന്നു. അപ്പോൾ അതിൽ എനിക്ക് തൃപ്തികരമായ റിസോർട്ട്, അതായത് അവർ വീഡിയോയും ഫോട്ടോസും എല്ലാം അയച്ചു തന്നിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ഒരു റിസോർട്ട് ഞാൻ പറഞ്ഞു, അത് ഓക്കെ എന്ന് പറഞ്ഞ് ഞാനൊരു 3 മണിയാകുമ്പോൾ ഞാൻ അവിടെ എത്തി. മൂന്നാർ ലേസറിൻ റിസോർട്ടാണ് ഞാൻ ചൂസ് ചെയ്തത്. അവിടെ ഞാനൊരു 3 മണിയാകുമ്പോൾ ഞാൻ അവിടെ എത്തി. റിസോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ റിസോർട്ടിൽ ഇൻഡോർ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ളൊരു സൗകര്യമുണ്ട്, പിന്നെ പൂളുണ്ട്. നമ്മളൊരു ബഡ്ജറ്റിനനുസരിച്ചുള്ള റിസോർട്ടാണല്ലോ, അപ്പോൾ അതിനനുസരിച്ച് കുഴപ്പമില്ലാത്തൊരു പൂളുണ്ട്. പിന്നെ റൂമും കാര്യങ്ങളൊക്കെ നല്ല ഒരു കുഴപ്പമില്ലാത്ത നല്ല റൂമാണ്. ഈ റിസോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് കോട്ടേജ് ടൈപ്പാണ് ഇതിൻ്റെ റൂംസ് എല്ലാം ഉള്ളത്. അതായത് നമുക്കൊരു പ്രൈവസി കിട്ടും. ബാക്കിയുള്ള ബാക്കിയുള്ള റൂംസും റിസോർട്ടിൻ്റെ അതുപോലെയല്ല, അതൊരു കോട്ടേജ് ടൈപ്പാണ്. അതുകൊണ്ട് നമുക്കൊരു പ്രൈവസിയും കാര്യങ്ങളെല്ലാം കിട്ടും. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വ്യൂവും റൂമിൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വ്യൂവും കാര്യങ്ങളെല്ലാം കിട്ടും. ഞാനും എൻ്റെ കൂടെ വന്ന ഫാമിലി എല്ലാവരും ഹാപ്പിയാണ്. ബുക്കിംഗ് ചെയ്തപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്ലാനാണോ ചെയ്തിരുന്നത്? ഇല്ല, ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മാത്രമായിരുന്നു. ഡിന്നർ കാരണം ഞങ്ങൾ ഇവിടുന്ന് ഒരു പ്ലാൻ ഇല്ലാതെ പോയിരുന്നു. അപ്പോൾ എപ്പോൾ എത്തുന്നൊരു പ്ലാനൊന്നും ഉണ്ടായില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റുള്ള പ്ലാന് മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് കുഴപ്പമൊന്നുമില്ല, ഒരു ചെറിയൊരു ബൊഫേ ടൈപ്പ്. നമുക്ക് അത്യാവശ്യം നമുക്ക് ഒരു ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഏകദേശം മോർണിംഗ് ഏകദേശം ഒരു 10 മണിയാകുമ്പോൾ ഞാൻ ചെക്കൗട്ട് ചെയ്തത്. അതിനുശേഷം നമുക്ക് മൂന്നാർ സൈറ്റ് സീയിങ് എല്ലാം കാണാനുള്ളൊരു ടൈം കിട്ടി. അതിനുശേഷം ഞാൻ നാട്ടിലേക്ക് തിരിച്ച്. സാറിൻ്റെ ഒരു സംസാരത്തിൽ നമുക്ക് തോന്നുന്നു നമ്മുടെ ഒരു സർവീസ് സാറിൻ്റെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ സാറിൻ്റെ ഇനി ഞങ്ങളുടെ ഈ ഒരു സർവീസ് സാറ് മറ്റുള്ളവർക്ക് റെഫർ ചെയ്യും? തീർച്ചയായും ഞാൻ റെക്കമെൻഡ് ചെയ്യും. ഞാനിപ്പോൾ ഏകദേശം 2-3 വർഷത്തോളമായി ഞാനിപ്പോൾ വിദേശത്തേക്ക് ഞാനിപ്പോൾ ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ടിക്കറ്റിൻ്റെ സർവീസ് ആയിക്കോട്ടെ, ഇനിയിപ്പോൾ നാട്ടിൽ വന്ന പോലെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതായിക്കോട്ടെ, ഞാൻ അധികം ഇവർ തന്നെയാണ്, ട്രക്ക് ആൻഡ് ട്രാവൽ ടീം തന്നെയാണ് അവരെയാണ് എല്ലാം ഞാൻ കോൺടാക്ട് ചെയ്യും കാര്യങ്ങളും. അപ്പോൾ ഇതുവരെ എനിക്ക് യാതൊരു കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും ഞാൻ റെഫർ ചെയ്യും, കാരണം ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങളുടെ സർവീസ് അവരൊന്ന് യൂസ് ചെയ്യട്ടെ. അപ്പോൾ ഓക്കെ, താങ്ക് യു. നമ്മൾ ചൂസ് ചെയ്തിരുന്നു സാർ. ഇത്രയും കാലം നമ്മളെ കൂടെ സപ്പോർട്ടായി. അതുപോലെ തന്നെ നമ്മളെ ട്രക്ക് ആൻഡ് ട്രാവലിനെ ചൂസ് ചെയ്യുന്നത് താങ്ക് യു. ഓക്കെ, ഇനി സാറിനത്തെ ഞങ്ങൾ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു.